പിതാവും പുത്രനും. അഥീനയുടെ നിർദ്ദേശപ്രകാരം ഒഡീസിയസ് യുമേയസിൻ്റെ കുടിലിലെത്തി. ഇത്താക്കിയിലെ പന്നി വളർത്തുകാരൻ, ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ അസാധാരണമായ വിശ്വസ്തതയുള്ള മനുഷ്യൻ. വൃദ്ധനായ ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായിരുന്ന ഒഡീസിയസിനെ അവൻ സ്വീകരിച്ചു. ഭക്ഷണം നൽകി, താമസിക്കാൻ ഇടം നൽകി, തീയുടെ ചൂട് പങ്കുവച്ചു. ഒരിക്കലും ചോദ്യം ചെയ്തില്ല, ഒരിക്കലും അവഹേളിച്ചില്ല. തീയുടെ അരികിലിരുന്ന് യുമേയസ് തൻ്റെ നഷ്ടപ്പെട്ട രാജാവിനെക്കുറിച്ച് സംസാരിച്ചു. 20 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തോടുള്ള ബഹുമാനം കുറഞ്ഞിരുന്നില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. യുമേയസ് പറഞ്ഞു, ഒഡീസിയസ് ജീവിച്ചിരുന്നെങ്കിൽ ഇത്താക്കി ഇങ്ങനെ ആകില്ലായിരുന്നു. അവൻ തിരികെ വരുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യൻ തന്നെയാണ് ആ രാജാവെന്ന് യുമേയസിന് അറിയില്ലായിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന രാജാവ് തീയുടെ വെളിച്ചത്തിനപ്പുറം ഇരുന്നു കൊണ്ട് സ്വന്തം വിശ്വസ്തതയുടെ കഥ കേൾക്കുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം മറ്റൊരാൾ കുടിലെത്തി. ടെലിമാക്കസ്, ഒഡീസിയസിൻ്റെ മകൻ. ഇപ്പോൾ ഒരു യുവാവ്, ഉയരമുള്ളവൻ, ദൃഢനായവൻ, അച്ഛൻ്റെ മുഖസാദൃശ്യം വ്യക്തമായി കാണാവുന്നവൻ. പക്ഷേ യുദ്ധം ഒരിക്കലും കാണാത്ത മുഖം, ട്രോയിയുടെ രക്തച്ചൊരിച്ചിലുകളിൽ നിന്ന് അകലെ വളർന്നൊരു തലമുറയുടെ മുഖം. അപ്പോഴാണ് അഥീന വീണ്ടും ഇടപെട്ടത്. കുടിലിനുള്ളിൽ ഒരു നിമിഷം സ്വർണ്ണപ്രകാശം നിറഞ്ഞു. ഭിക്ഷക്കാരൻ്റെ രൂപം മാറിത്തുടങ്ങി. കുനിഞ്ഞിരുന്ന ശരീരം നേരെയായി, ചുളിവുകൾ അപ്രത്യക്ഷമായി, വെളുത്ത മുടി വീണ്ടും ഇരുണ്ടു. പഴയ ശക്തി ആ ശരീരത്തിലേക്ക് മടങ്ങിയെത്തി. അടുത്ത നിമിഷം അവിടെ നിന്നത് ഒഡീസിയസ് ആയിരുന്നു, ഇത്താക്കിയുടെ രാജാവ്. പിതാവും പുത്രനും പരസ്പരം നോക്കി നിന്നു. 5 അടി ദൂരം മാത്രം, പക്ഷേ ആ ദൂരം 20 വർഷങ്ങളുടെ ദൂരമായിരുന്നു. ഒരാളും ആദ്യം നീങ്ങിയില്ല, ഒരാളും സംസാരിച്ചില്ല. ടെലിമാക്കസ് പറഞ്ഞു, ഇത് സാധ്യമല്ല. ദേവന്മാർ എന്നെ പരീക്ഷിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകാൻ കഴിയില്ല. ഒഡീസിയസ് മറുപടി നൽകി, ഇതൊരു മായയല്ല മകനെ. ഞാനാണ് നിന്റെ പിതാവ്. ഞാൻ തിരികെ എത്തിയിരിക്കുന്നു. ടെലിമാക്കസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 20 വർഷത്തെ കാത്തിരിപ്പ്, 20 വർഷത്തെ ചോദ്യങ്ങൾ, 20 വർഷത്തെ വേദന, എല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. 20 വർഷം നിന്നെ മരിച്ചവനെന്ന് പറഞ്ഞവരോട് ഞാൻ വാദിച്ചു. നിന്റെ പേര് ഞാൻ സംരക്ഷിച്ചു. നീ തിരികെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഒഡീസിയസ് പറഞ്ഞു, എനിക്കറിയാം. ഇനി നമുക്ക് നമ്മുടെ വീട് തിരികെ പിടിക്കാം, ഒരുമിച്ച്. ആ വാക്കുകൾ കേട്ടതോടെ ടെലിമാക്കസ് മുന്നോട്ട് നടന്നു. അവരുടെ ഇടയിലുള്ള അവസാന ദൂരം ഇല്ലാതായി. പിതാവും പുത്രനും പരസ്പരം ചേർത്ത് പിടിച്ചു. ദീർഘമായ ഒരാലിംഗനം, ശക്തമായ ഒരാലിംഗനം, വാക്കുകളില്ലാത്ത ഒരാലിംഗനം. ഒഡീസിയസ് തൻ്റെ മകൻ്റെ തലയുടെ പിറകിൽ കൈവച്ചു. കണ്ണുകളടച്ചു. മുഖത്തുകൂടി കണ്ണുനീരൊഴുകി. താൻ വിട്ടുപോയതൊരു ശിശുവിനെയായിരുന്നു. ഇപ്പോൾ തൻ്റെ കൈകളിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനായിരുന്നു. 20 വർഷത്തെ അഭാവം, 20 വർഷത്തെ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ, 20 വർഷത്തെ ദൂരം, എല്ലാം ആ ഒരു സ്പർശനത്തിൽ അലിഞ്ഞുപോയി. ആ നിമിഷത്തിൽ ഒരു കാര്യം മാറിമറിഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 20 വർഷമായി ഒഡീസിയസ് ഒറ്റയ്ക്കായിരുന്നു. സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, സൈന്യം നഷ്ടപ്പെട്ടു, കപ്പലുകൾ നഷ്ടപ്പെട്ടു, എല്ലാവരെയും നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ്റെ അരികിൽ അവൻ്റെ മകനുണ്ടായിരുന്നു. അവൻ്റെ രക്തം, അവൻ്റെ പാരമ്പര്യം, അവൻ്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളി, വരാനിരിക്കുന്ന യുദ്ധത്തിനായി. വിവാഹാർത്ഥികൾ. 20 വർഷങ്ങൾക്ക് ശേഷം ഒഡീസിയസ് സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ അതിനി അദ്ദേഹത്തിൻ്റെ കൊട്ടാരമെന്ന് തോന്നിയില്ല. അത് കയ്യേറിയിരുന്നു. 108 പുരുഷന്മാർ, ഗ്രീക്ക് ദ്വീപുകളിലെ രാജകുമാരന്മാർ, പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, സമ്പന്നർ, ശക്തന്മാർ, എല്ലാവരും ഒരേയൊരു ലക്ഷ്യവുമായി എത്തിയവർ. പെനലോപ്പിയെ വിവാഹം കഴിക്കുക, ഇത്താക്കയുടെ അധികാരം സ്വന്തമാക്കുക. അവർ അതിഥികളായിരുന്നില്ല, അവർ ആക്രമണകാരികളായിരുന്നു. ഒഡീസിയസിൻ്റെ മഹത്തായ സഭ അവർ സ്വന്തം വസതിയാക്കി മാറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ അറുത്തുകൊന്നു. അദ്ദേഹത്തിൻ്റെ വീഞ്ഞ് കുടിച്ചു തീർത്തു. വിശ്വസ്തരായ ദാസന്മാരെ അപമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കിടക്കകളിൽ ഉറങ്ങി. ദിവസവും രാത്രിയും ആഘോഷിച്ചു. അവർ വിവാഹാർത്ഥികൾ മാത്രമായിരുന്നില്ല, അവർ ഒരു അധിനിവേശ സേനയായിരുന്നു. പക്ഷേ ഇത്രയും വർഷം പെനലോപ്പി അവരെ തടഞ്ഞു നിർത്തിയിരുന്നു. തൻ്റെ ബുദ്ധി കൊണ്ട്, തൻ്റെ ക്ഷമ കൊണ്ട്. ഒരു ദിവസം അവളൊരു പ്രഖ്യാപനം നടത്തി. എൻ്റെ ഭർത്താവിൻ്റെ പിതാവായ ലാർട്ടീസിന് വേണ്ടി ഒരു ശവപ്പുടവ നെയ്ത് പൂർത്തിയാക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കും. വിവാഹാർത്ഥികൾ സമ്മതിച്ചു. അവർ കാത്തിരുന്നു. പെനലോപ്പി പകൽ മുഴുവൻ നെയ്തു, എല്ലാവരുടെയും മുന്നിൽ. എന്നാൽ രാത്രിയിൽ ആരും കാണാത്തപ്പോൾ അവൾ നെയ്തതെല്ലാം അഴിച്ചുമാറ്റി. അടുത്ത ദിവസം വീണ്ടും തുടക്കം, വീണ്ടും നെയ്യൽ, വീണ്ടും അഴിക്കൽ. അങ്ങനെ 3 വർഷം അവൾ അവരെ വഞ്ചിച്ചു. 3 വർഷം അവൾ സമയം വാങ്ങി. പക്ഷെ ഒടുവിൽ ഒരു ദാസി അവളുടെ രഹസ്യം വെളിപ്പെടുത്തി. വിവാഹാർത്ഥികൾ സത്യമറിഞ്ഞു. ഇപ്പോൾ പെനലോപ്പിയുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. തീരുമാനമെടുക്കാൻ അവർ അവളെ നിർബന്ധിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഒഡീസിയസ് ഒരു വൃദ്ധ ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ അവരുടെ ഇടയിലൂടെ നടന്നത്. അദ്ദേഹം യാചിച്ചു, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചോദിച്ചു. ആരും സംശയിച്ചില്ല, ആരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഒഡീസിയസ് എല്ലാവരെയും നിരീക്ഷിച്ചു. ഓരോ മുഖവും, ഓരോ പെരുമാറ്റവും, ഓരോ അപമാനവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു. അവരിൽ ഏറ്റവും അഹങ്കാരിയായിരുന്നത് ആൻറ്റിനോസ് ആയിരുന്നു. അവൻ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ പരിഹസിച്ചു. ഒഡീസിയസ് ചോദിച്ചു, ഒരു കഷ്ണം അപ്പം പ്രഭു, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് അത്രയെങ്കിലും എനിക്ക് നൽകാമല്ലോ. ആൻറ്റിനോസ് അലറി, ഇവിടെ ഭിക്ഷക്കാർക്കായി ഒന്നുമില്ല വൃദ്ധ, പുറത്തുപോ.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൻറ്റിനോസ് ഒരു ഇരിപ്പിടം എടുത്തെറിഞ്ഞു. അത് ഒഡീസിയസിൻ്റെ തോളിൽ തട്ടി ശക്തമായി. എല്ലാവരും ചിരിച്ചു. അപമാനത്തിൻ്റെ ശബ്ദം സഭയിൽ മുഴങ്ങി. പക്ഷേ ഒഡീസിയസ് അനങ്ങിയില്ല. അദ്ദേഹം തിരിച്ചടിച്ചില്ല, കോപം പ്രകടിപ്പിച്ചില്ല, ഒരു വാക്കുപോലും പറഞ്ഞില്ല. അദ്ദേഹം ആൻറ്റിനോസിനെ നോക്കി. തൻ്റെ ചാരപ്പച്ച നിറമുള്ള കണ്ണുകളാൽ, 20 വർഷത്തെ യുദ്ധവും ദുരിതങ്ങളും തകർക്കാൻ കഴിയാത്ത ആ കണ്ണുകളാൽ അദ്ദേഹം ആ മുഖം ഓർമ്മയിൽ സൂക്ഷിച്ചു. വളരെ വ്യക്തമായി, വളരെ കൃത്യമായി. കാരണം ഒഡീസിയസ് ഒരു കാര്യം ഒരിക്കലും മറക്കാറില്ല. ഓരോ അപമാനവും ഒരു കടമാണ്, ഓരോ ക്രൂരതയും ഒരു കടമാണ്, ഓരോ അനീതിയും ഒരു കടമാണ്. ആ കടങ്ങൾ ഒരു ദിവസം തിരിച്ചടയ്ക്കപ്പെടും. കാരണം ഒഡീസിയസ് എപ്പോഴും തൻ്റെ കണക്കുകൾ തീർത്തിരുന്നു. വില്ലിൻ്റെ വെല്ലുവിളി. ഒടുവിൽ പെനലോപ്പി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. വർഷങ്ങളായി നീണ്ടുനിന്ന കാത്തിരിപ്പിന് അവസാനം കുറിക്കാൻ, വിവാഹാർത്ഥികളിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ. പക്ഷേ അവൾ ഒരു പരീക്ഷണം മുന്നോട്ട് വെച്ചു. സാധാരണ മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം. ഒഡീസിയസിൻ്റെ വില്ല്. അവൾ സഭയുടെ നടുവിൽ മഹത്തായി ആ വില്ല് കൊണ്ടുവരാൻ ഉത്തരവിട്ടു. പിന്നെ 12 മഴുക്കളുടെ തലകൾ ഒരു വരിയായി ക്രമീകരിച്ചു. പെനലോപ്പി അറിയിച്ചു, ഈ വില്ല് ഞാണേൽപ്പിക്കാനും ഈ 12 മഴുക്കളുടെ ദ്വാരങ്ങളിലൂടെ ഒരമ്പ് കടത്തിവിടാനും കഴിയുന്ന മനുഷ്യൻ എൻ്റെ ഭർത്താവായിരിക്കും. വിവാഹാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. ഒരാൾ, പിന്നെ മറ്റൊരാൾ, വീണ്ടും മറ്റൊരാൾ. ഓരോരുത്തരും ശ്രമിച്ചു. പക്ഷെ ആരും വിജയിച്ചില്ല. വില്ല് വളയുന്നില്ല, ഞാൻ കയറുന്നില്ല. അവരുടെ മുഖത്ത് വിയർപ്പ് നിറഞ്ഞു. കൈകളിലെ പേശികൾ വലിഞ്ഞു മുറുകി. നിരാശയിൽ അവർ ശപിച്ചു. പക്ഷെ വില്ല് വഴങ്ങിയില്ല. കാരണം അതൊരു സാധാരണ ആയുധമായിരുന്നില്ല. അതിൻ്റെ യഥാർത്ഥ ഉടമയുടെ ശക്തിയും വൈദഗ്ധ്യവും ആവശ്യമായ ഒരു ആയുധമായിരുന്നു. സഭയുടെ ഒരു മൂലയിൽ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ ഒഡീസിയസ് ഇരിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റു. വില്ലിനായി കൈനീട്ടി. എനിക്കും ഒന്ന് ശ്രമിക്കാമോ? സഭ മുഴുവൻ ചിരിയിൽ മുങ്ങി. ആൻറ്റിനോസ് മുന്നോട്ട് വന്നു. ആൻറ്റിനോസ് പറഞ്ഞു, ഒരു ഭിക്ഷക്കാരനോ? ഈ വില്ല് നിന്നേക്കാൾ ശക്തരായ മനുഷ്യരെ തോൽപ്പിച്ചിട്ടുണ്ട് വൃദ്ധ. നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പക്ഷെ പെനലോപ്പി ഇടപെട്ടു. അവൾ പറഞ്ഞു, അവനെ ശ്രമിക്കാൻ അനുവദിക്കൂ. അതുകൊണ്ട് എന്തു ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത്? അവസാനം വില്ല് ഒഡീസിയസിൻ്റെ കൈകളിലെത്തി. അദ്ദേഹം അതിനെ സ്പർശിച്ചു. പതുക്കെ, സൂക്ഷ്മമായി. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സംഗീതോപകരണം വീണ്ടും കൈകളിലെടുക്കുന്ന ഒരു സംഗീതജ്ഞനെ പോലെ. ഓർമ്മകൾ തിരികെ വന്നു. യൗവനം, വേട്ടകൾ, യുദ്ധങ്ങൾ, ഇത്താക്ക, എല്ലാം ആ മരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പോലെ. പിന്നെ ഒരൊറ്റ ചലനം, വളരെ സ്വാഭാവികമായി, വളരെ ലളിതമായി. ഒരു മനുഷ്യൻ സൂചിയിൽ നൂൽ കോർക്കുന്നത് പോലെ ഒഡീസിയസ് വില്ല് വളച്ചു. ഞാൻ കയറ്റി. സഭാഹാൾ നിശബ്ദമായി. അതിനുശേഷം അദ്ദേഹം ഞാൻ വിരലാൽ തട്ടി നോക്കി. ഒരു ശബ്ദമുയർന്നു. ആഴമേറിയത്, മുഴക്കമുള്ളത്. വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ഒരു ഓർമ്മ ഉണരുന്നത് പോലെ. ആ സ്വരം സഭാഹാളിലാകെ മുഴങ്ങി. അപ്രതീക്ഷിതമായ നിശബ്ദതയിൽ അത് നീണ്ടുനിന്നു. 108 പുരുഷന്മാർ. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നു. ഒഡീസിയസ് ഒരു അമ്പെടുത്തു. ഞാണിൽ ഘടിപ്പിച്ചു. ലക്ഷ്യം നോക്കി. അമ്പ് വിട്ടു. വായുവിനെ കീറിക്കൊണ്ടത് പാഞ്ഞു. 1-ാം മഴു, 2-ാം മഴു, 3-ാം മഴു, 12-ാം മഴു, എല്ലാം കടന്നുപോയി. അവസാനം അകലെയുള്ള മതിലിൽ തറച്ചു. വില്ലിൻ്റെ ഞാൻ ഇപ്പോഴും വിറങ്ങലിച്ചു. ആരും അനങ്ങിയില്ല. ആരും സംസാരിച്ചില്ല. ആ നിമിഷം ലോകം തന്നെ നിശ്ചലമായ പോലെ തോന്നി. ഒഡീസിയസ് പതുക്കെ തലയുയർത്തി മകനെ നോക്കി. ടെലിമാക്കസ്, വാതിലുകൾ. ടെലിമാക്കസ് ഉടൻ നീങ്ങി. വാതിലുകൾ അടച്ചു. കുറ്റികളിട്ടു. പുറത്തേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞു. വിവാഹാർത്ഥികൾ പരസ്പരം നോക്കി. ആദ്യമായി അവരുടെ മുഖങ്ങളിലെ ആത്മവിശ്വാസം അപ്രത്യക്ഷമായി. ആദ്യമായി അവർ സത്യം കണ്ടു. ആദ്യമായി അവർ മനസ്സിലാക്കി ഈ ഭിക്ഷക്കാരൻ ആരാണെന്ന്, ഈ വില്ല് ആരുടേതാണെന്ന്, ഈ കൊട്ടാരം ആരുടേതാണെന്ന്. ഒരു തണുപ്പ് സഭയിലാകെ പടർന്നു. അത് ഭയമായിരുന്നു. വൈകിപ്പോയ തിരിച്ചറിവിൻ്റെ ഭയം. 20 വർഷമായി യാത്ര ചെയ്ത മനുഷ്യൻ ഒടുവിൽ വീട്ടിലെത്തിയിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായി. പക്ഷെ വളരെ വൈകിപ്പോയിരുന്നു. രക്തവിധി. സഭയിലെ നിശബ്ദത ഇപ്പോഴും നിലനിന്നിരുന്നു. വിവാഹാർത്ഥികൾക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവർ ഇപ്പോഴും അത് അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഒഡീസിയസ് തൻ്റെ കീറിയ വസ്ത്രങ്ങൾ മാറ്റിയെറിഞ്ഞു. ഭിക്ഷക്കാരൻ അപ്രത്യക്ഷനായി. ഇത്താക്കയുടെ രാജാവ് വീണ്ടും അവരുടെ മുന്നിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകളുടെ അടയാളങ്ങളുണ്ടായിരുന്നു. സൂര്യൻ്റെ ചൂട് തൊലിയിൽ പതിഞ്ഞിരുന്നു. മുടിയിൽ നര പടർന്നിരുന്നു. 20 വർഷത്തെ യാത്രയുടെ പാടുകൾ ശരീരത്തിൻ്റെ എല്ലായിടത്തും എഴുതപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തിരിച്ചറിയാൻ അതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒഡീസിയസ് ആയിരുന്നു, ഇത്താക്കയുടെ യഥാർത്ഥ രാജാവ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കോപം മാത്രം ഉണ്ടായിരുന്നില്ല, അതിലും തണുത്ത ഒന്നുണ്ടായിരുന്നു. വിധി. കണക്കുകൂട്ടിയ നീതി. 20 വർഷമായി കാത്തിരുന്ന വിധി. ഒഡീസിയസ് പറഞ്ഞു, ഇത്താക്കയുടെ രാജാവ് മരിച്ചുവെന്ന് നിങ്ങൾ കരുതി. എൻ്റെ ഭക്ഷണം നിങ്ങൾ കഴിച്ചു, എൻ്റെ വീഞ്ഞ് നിങ്ങൾ കുടിച്ചു, എൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു, എൻ്റെ വീടിനെ അപമാനിച്ചു. ഇനി അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾ അറിയും. അടുത്ത നിമിഷം തന്നെ ആദ്യ അമ്പ് പാഞ്ഞു. ആൻറ്റിനോസ് തൻ്റെ വീഞ്ഞുപാത്രം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്പ് നേരെ അവൻ്റെ കഴുത്തിലൂടെ തുളഞ്ഞു കയറി. വീഞ്ഞുപാത്രം കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു. ചുവന്ന വീഞ്ഞ് മേശയിലൂടെ ഒഴുകി രക്തത്തോടൊപ്പം കലർന്ന് നിലത്തു പതിച്ചു. ഒരു നിമിഷം ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പിന്നെ നിലവിളികൾ ഉയർന്നു. ഭയം സഭാഹാളിലാകെ പടർന്നു. യൂറിമാക്കസ് മുന്നോട്ട് വന്നു യാചിച്ചു. ഇത് ആൻറ്റിനോസിൻ്റെ കുറ്റമായിരുന്നു. അവനാണ് ഞങ്ങളെ നയിച്ചത്. ഞങ്ങൾ നിന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല.
ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങളെല്ലാം തിരികെ നൽകാം, നിന്റെ നഷ്ടങ്ങളെല്ലാം നികത്താം. ഒഡീസിയസിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ ആ ശാന്തത ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒഡീസിയസ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് കവർന്നെടുത്തതിന് പകരം നൽകാൻ ഗ്രീസിലുള്ള മുഴുവൻ സ്വർണവും മതിയാകില്ല. അപ്പോൾ വിവാഹാർത്ഥികൾ ആയുധങ്ങൾക്കായി ഓടി. പക്ഷേ അവരെ കാത്തിരുന്നത് മറ്റൊരു ഞെട്ടലായിരുന്നു. ആയുധങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ടെലിമാക്കസും വിശ്വസ്തരായ 2 സേവകരും അവയെല്ലാം നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഇപ്പോൾ അവർ കുടുങ്ങിയിരിക്കുന്നു. വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. ആയുധങ്ങളില്ലായിരുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു. ഒഡീസിയസ് വാതിലിനരികിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ അരികിൽ ടെലിമാക്കസ്, വിശ്വസ്തരായ സേവകർ. വിവാഹാർത്ഥികൾ ഒരുവൻ വീതം മുന്നോട്ട് വന്നു. ചിലർ ആക്രമിച്ചു, ചിലർ അപേക്ഷിച്ചു, ചിലർ വിലപേശാൻ ശ്രമിച്ചു, ചിലർ കരഞ്ഞു. പക്ഷെ ഫലം ഒരുപോലെയായിരുന്നു. ഒരുവൻ, പിന്നെ മറ്റൊരുവൻ, വീണ്ടും മറ്റൊരുവൻ. അവർ വീണുകൊണ്ടിരുന്നു. ഇത് പരമ്പരാഗത അർത്ഥത്തിൽ ഒരു വീരയുദ്ധമായിരുന്നില്ല. 2 സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടവുമല്ല. ഇതൊരു വിധി നിർണയമായിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന ശിക്ഷ. 20 വർഷത്തെ ക്ഷമ, 20 വർഷത്തെ വേദന, 20 വർഷത്തെ നഷ്ടങ്ങൾ എല്ലാം രക്തത്തിലൂടെ തിരിച്ചടയ്ക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിലെല്ലാം അവസാനിച്ചു. നിലവിളികൾ നിശബ്ദമായി. വാളുകളുടെ ശബ്ദം മാഞ്ഞു. ആരും ഇനി സംസാരിച്ചില്ല. ആരും ഇനി നീങ്ങിയില്ല. മഹത്തായ സഭ വീണ്ടും നിശബ്ദമായി. കേൾക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു ശബ്ദം മാത്രം. മേശകളുടെ അരികിൽ നിന്ന് താഴേക്ക് വീണ രക്തത്തുള്ളികളുടെ ശബ്ദം. മാർബിൾ തറയിൽ പതിക്കുന്ന ആ തുള്ളികൾ ഒന്നൊന്നായി പതുക്കെ പതുക്കെ 20 വർഷം നീണ്ട ഒരു കഥയുടെ അവസാന വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. പെനലോപ്പിയുമായുള്ള പുനർമിലനം. വിവാഹാർത്ഥികൾ ഇനിയില്ലായിരുന്നു. കൊട്ടാരം വീണ്ടും ഒഡീസിയസിൻ്റേതായി. ടെലിമാക്കസ് അദ്ദേഹത്തിൻ്റെ അരികിലുണ്ടായിരുന്നു. എല്ലാം അവസാനിച്ചതുപോലെ തോന്നി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ഇനിയും ബാക്കിയുണ്ടായിരുന്നു. പെനലോപ്പി. അവൾ ഉടൻ വിശ്വസിച്ചില്ല. ടെലിമാക്കസ് സത്യം പറഞ്ഞിട്ടും അവൾ വിശ്വസിച്ചില്ല. വിശ്വസ്തരായ സേവകർ ഉറപ്പ് നൽകിയിട്ടും അവൾ വിശ്വസിച്ചില്ല. 20 വർഷം അവൾ കാത്തിരുന്നു. 20 വർഷം വഞ്ചനകൾ കേട്ടു, കള്ളങ്ങൾ കേട്ടു, വാഗ്ദാനങ്ങൾ കേട്ടു, പ്രതീക്ഷകൾ തകർന്നു വീഴുന്നത് കണ്ടു. ഇനി ഒരിക്കൽ കൂടി തെറ്റിപ്പോകാൻ അവൾ തയ്യാറായിരുന്നില്ല. പ്രതീക്ഷയെപ്പോലും അവൾ വിശ്വസിച്ചില്ല. അതിനാൽ അവൾ ഒരു പരീക്ഷണം ഒരുക്കി. ഒരു അവസാന പരീക്ഷണം. ഒരു ദാസിയോട് അവൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ആ വാക്കുകൾ മറ്റൊരാൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു. ഒഡീസിയസ് കേൾക്കാൻ. പെനലോപ്പി പറഞ്ഞു, എൻ്റെ കിടക്ക മറ്റൊരു മുറിയിലേക്ക് മാറ്റിക്കൊള്ളൂ. അതിഥിക്കായി അവിടെ ഒരുക്കങ്ങൾ ചെയ്യണം. ആ വാക്കുകൾ കേട്ട നിമിഷം ഒഡീസിയസിൻ്റെ മുഖം മാറി. വർഷങ്ങളായി അടക്കി വെച്ച വികാരം പൊട്ടിത്തെറിച്ചു. ഒഡീസിയസ് ഉറക്കെ ചോദിച്ചു, മാറ്റാനോ? ആരാണ് ആ വൃക്ഷം മുറിച്ചത്? ആ കിടക്ക മാറ്റാൻ കഴിയില്ല. ജീവനുള്ള ഒരു ഒലിവ് മരത്തിന് ചുറ്റുമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആ മരത്തിൻ്റെ തടി ഞാൻ സ്വന്തം കൈകളാൽ രൂപപ്പെടുത്തിയതാണ്. അതിൽ സ്വർണവും വെള്ളിയും ആനക്കൊമ്പും പതിപ്പിച്ചത് ഞാനാണ്. ആ കിടക്ക ഒരിക്കലും മാറ്റാൻ കഴിയില്ല, ആരും ആ വൃക്ഷം മുറിച്ചില്ലെങ്കിൽ. ആ നിമിഷം പെനലോപ്പിയുടെ എല്ലാ സംശയങ്ങളും തകർന്നു. അവളുടെ മുഖത്തെ നിയന്ത്രണം അപ്രത്യക്ഷമായി. കണ്ണുകൾ നിറഞ്ഞു. കാരണം ആ രഹസ്യം ഒരാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ, ഒഡീസിയസിന്. അവരുടെ വിവാഹമുറിയുടെ ഹൃദയഭാഗത്ത് ഒരു ജീവനുള്ള ഒലിവുമരം വളർന്നിരുന്നു. ആ മരത്തെ മുറിക്കാതെ ചുറ്റും കെട്ടിപ്പടുത്തതാണ് ആ മുറി. അതിൻ്റെ തടിയിൽ നിന്നാണ് കിടക്കയുടെ തൂൺ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിൽ വേരൂന്നിയ ആ വൃക്ഷം നിലനിൽക്കുന്നിടത്തോളം ആ കിടക്ക ഒരിക്കലും മാറ്റാനാവില്ല. ആ രഹസ്യം മറ്റാർക്കും അറിയില്ലായിരുന്നു. ഒരു വഞ്ചകനും ഒരു അന്യനും ദേവന്മാർ അയച്ച ഒരു മായാരൂപത്തിന് പോലും. ഇപ്പോൾ അവൾക്ക് ഉറപ്പായി, തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു അപരിചിതനല്ല, തൻ്റെ ഭർത്താവാണ്. താൻ 20 വർഷമായി കാത്തിരുന്ന മനുഷ്യൻ. പെനലോപ്പി കരഞ്ഞു, ഒഡീസിയസ്, ഇത് നീ തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും. ഒഡീസിയസിൻ്റെ കണ്ണുകൾ മൃദുവായി. വർഷങ്ങളായി അദ്ദേഹത്തെ ജീവനോടെ നിർത്തിയിരുന്ന ഒരേയൊരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒഡീസിയസ് മറുപടി നൽകി, എപ്പോഴും ഞാനായിരുന്നു. നിന്റെ അടുത്തേക്ക് മടങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും ഞാനായിരുന്നു. പെനലോപ്പി ഓടി. ഇനി സംശയങ്ങളൊന്നുമില്ല, ഇനി ഭയങ്ങളൊന്നുമില്ല. അവൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. മുഖം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. ഒഡീസിയസ് തൻ്റെ കൈകൾ അവൾക്ക് ചുറ്റും മുറുക്കി. മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാൾ കരയെ മുറുകെ പിടിക്കുന്നത് പോലെ, ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത എന്തോ കണ്ടെത്തിയ ഒരാളെ പോലെ. അവർ ഒരുമിച്ച് നിലത്തിരുന്നു, ഒലിവ് മരത്തിൻ്റെ തണലിൽ. ഒരിക്കൽ അവരുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയായിരുന്ന അതേ മരത്തിൻ്റെ കീഴിൽ. 20 വർഷങ്ങൾ, അസംഖ്യം നഷ്ടങ്ങൾ, അസംഖ്യം മരണങ്ങൾ, അസംഖ്യം കണ്ണുനീർ. പക്ഷേ ഇതായിരുന്നു അതിൻ്റെ എല്ലാം കാരണം. ഈ നിമിഷം, ഈ ആലിംഗനം, ഈ മടങ്ങിവരവ്. ഒഡീസിയസ് ട്രോയിൽ പോരാടിയത് ഇതിനു വേണ്ടിയാണ്. കടലിലെ ദുരന്തങ്ങൾ അതിജീവിച്ചത് ഇതിനു വേണ്ടിയാണ്. ദേവന്മാരുടെ കോപത്തെ ചെറുത്തത് ഇതിനു വേണ്ടിയാണ്. അവസാനം അദ്ദേഹം വീട്ടിലെത്തി. പുനഃസ്ഥാപനം. വീണ്ടും ഉയർന്ന ഇത്താക്ക. എല്ലാം അവസാനിച്ച ശേഷം ഒഡീസിയസ് മറ്റൊരാളെ കാണാൻ പുറപ്പെട്ടു. തൻ്റെ പിതാവിനെ, ലാർട്ടീസിനെ. ഒരിക്കൽ ശക്തനായ രാജാവായിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ഒരു ചെറിയ കൃഷിയിടത്തിൽ ജീവിക്കുകയായിരുന്നു. സ്വയം തിരഞ്ഞെടുത്ത ഏകാന്തതയിൽ. വർഷങ്ങളായുള്ള ദുഃഖം അദ്ദേഹത്തെ തകർത്തിരുന്നു. ഭാര്യയെ നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു എന്ന് കരുതി. വാർദ്ധക്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കീഴടക്കിയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം തോട്ടത്തിൽ ജോലി ചെയ്തു, ജീവിതത്തിൻ്റെ അവസാന ദിനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പോലെ. അവസാനം അദ്ദേഹം തൻ്റെ മകനെ കണ്ടു, ഒഡീസിയസിനെ, ജീവനോടെ, വീണ്ടും തൻ്റെ മുന്നിൽ. ഒരു നിമിഷം അദ്ദേഹം അത് വിശ്വസിച്ചില്ല. പിന്നെ സത്യം മനസ്സിലായി. ലാർട്ടീസിൻ്റെ മുട്ടുകൾ തളർന്നു. അദ്ദേഹം വീഴാൻ തുടങ്ങി.
പക്ഷെ ഒഡീസിയസ് മുന്നോട്ട് ചെന്ന് പിതാവിനെ താങ്ങിപ്പിടിച്ചു. ലാർട്ടീസ് പറഞ്ഞു, എൻ്റെ മകനെ, ദേവന്മാർ നിന്നെ എനിക്ക് തിരികെ നൽകി. ആ നിമിഷത്തിൽ 3 തലമുറകൾ ഒരുമിച്ച് നിന്നു. ലാർട്ടീസ്, ഒഡീസിയസ്, ടെലിമാക്കസ്. ഒരേ കുടുംബം, ഒരേ രക്തം, വീണ്ടും ഒന്നായി. ഒരിക്കൽ കൂടി പൂക്കൾ വിരിയാൻ പോകുന്ന ഒരു വയലിൻ്റെ നടുവിൽ. പക്ഷേ ഇത്താക്കയിൽ സമാധാനം ഇതുവരെ പൂർണ്ണമായിരുന്നില്ല. മരിച്ച വിവാഹാർത്ഥികളുടെ കുടുംബങ്ങൾ പ്രതികാരത്തിനായി ഒന്നിച്ചു. അവർ ആയുധങ്ങളുമായി മുന്നേറി. കോപത്തോടെ, രക്തത്തിന് പകരം രക്തം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ യുദ്ധം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ അഥീനെ അവസാനമായി ഇടപെട്ടു. ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ശബ്ദം ഇടിമുഴക്കത്തെ പോലെ മുഴങ്ങി. മതി, ഇനി മതി. ആവശ്യത്തിലധികം രക്തം വീണു കഴിഞ്ഞു. ഇത്താക്കിയിൽ സമാധാനം ഉണ്ടാകും. ഇതാണ് സിയോസിൻ്റെ ഇഷ്ടം. അങ്ങനെ ഒടുവിൽ സമാധാനം വന്നു. യഥാർത്ഥ സമാധാനം. 20 വർഷമായി കാണാതിരുന്ന സമാധാനം. കൊട്ടാരം പുനഃസ്ഥാപിക്കപ്പെട്ടു. വിശ്വസ്തരായ സേവകർ മടങ്ങിയെത്തി. പെനലോപ്പിയുടെ നെയ്ത്ത് ചക്രം വീണ്ടും തിരിയാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവൾ നെയ്തത് ശവപ്പുടവയല്ല, ഒഡീസിയസിൻ്റെ യാത്രയുടെ കഥ പറയുന്ന മനോഹരമായ ചിത്രവസ്ത്രങ്ങളായിരുന്നു. ടെലിമാക്കസ് തൻ്റെ പിതാവിൻ്റെ വില്ല് ഉപയോഗിക്കാൻ പഠിച്ചു. ആട്ടിൻകൂട്ടങ്ങൾ വീണ്ടും മലഞ്ചെരുവിലേക്ക് മടങ്ങി. കപ്പലുകൾ വീണ്ടും തുറമുഖത്ത് നങ്കൂരമിട്ടു. വിപണികൾ വീണ്ടും സജീവമായി. ജീവിതം, സാധാരണ ജീവിതം, മനോഹരമായ ജീവിതം, അത് വീണ്ടും ആരംഭിച്ചു. ഒഡീസിയസ് വീണ്ടും രാജാവായി. പക്ഷെ ട്രോയിലേക്ക് പോയ മനുഷ്യൻ ഇനി അദ്ദേഹമായിരുന്നില്ല. ആ മനുഷ്യൻ യുവാവായിരുന്നു, അഹങ്കാരിയായിരുന്നു, സ്വന്തം ശക്തിയെക്കുറിച്ച് ഉറപ്പുള്ളവനായിരുന്നു. തിരികെ വന്ന മനുഷ്യൻ വ്യത്യസ്തനായിരുന്നു. മുറിവുകളാൽ നിറഞ്ഞവൻ, താഴ്മ പഠിച്ചവൻ, ജ്ഞാനം നേടിയവൻ, വേദനയുടെ വിലയറിയുന്നവൻ, നഷ്ടങ്ങളുടെ ഭാരമറിയുന്നവൻ, സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവൻ. ഒടുവിൽ ദേവന്മാർ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരേയൊരു പാഠം അദ്ദേഹം മനസ്സിലാക്കി. ഒരു മനുഷ്യൻ്റെ മഹത്വം അവൻ ജയിച്ച യുദ്ധങ്ങളാൽ അളക്കപ്പെടുന്നില്ല, അവൻ തോൽപ്പിച്ച രാക്ഷസന്മാരാലുമല്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും, എല്ലാ ദുരിതങ്ങളും സഹിച്ചതിന് ശേഷവും തന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് തിരികെ എത്താൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥ അളവുകോൽ. അങ്ങനെ ലോകം ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മഹത്തായ യാത്ര അവസാനിക്കുന്നു. ഒരു യുദ്ധത്തിലല്ല, ഒരു വിജയ കിരീടത്തിലല്ല, ഒരു സിംഹാസനത്തിലുമല്ല. ഒരു കൈ മറ്റൊരു കൈയെ തേടുന്നതിലാണ്. ആ കൈ അവിടെ തന്നെയുണ്ടെന്ന് കണ്ടെത്തുന്നതിലാണ്. ഇതായിരുന്നു ഒഡീസി. ഒരു രാജാവിൻ്റെ കഥ, ഒരു ഭർത്താവിൻ്റെ കഥ, ഒരു പിതാവിൻ്റെ കഥ. എല്ലാറ്റിനും ഉപരി വീട്ടിലേക്കുള്ള വഴി ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യൻ്റെ കഥ.